എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ അടുത്ത മാസം ഒക്ടോബർ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്നാണ്. എൻ്റെ വ്യൂവേഴ്സിന് ഈ ഒക്ടോബർ മാസത്തിൽ എങ്ങനെയായിരിക്കും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. നിങ്ങൾ എപ്പോൾ കാണുന്നോ അപ്പോൾ ഇത് വാലിഡ് ആവുന്നതാണ്. പിന്നെ നിങ്ങളെ കാണുമ്പോൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ, ബെല്ലൈക്കൺ അമർത്തണം, ഓൾ അമർത്തണേ. അപ്പോൾ ഇതൊരു പേഴ്സണൽ റീഡിംഗ് അല്ല, ഇത് ജനറൽ റീഡിംഗ് ആണ്. അപ്പം എല്ലാവർക്കും റെസണേറ്റ് ആവണമെന്നില്ല. റെസണേറ്റ് ആവണവരെടുക്കാം, ഇല്ലാത്തൊരു വെറുതെ വിടാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വിവാഹ സംബന്ധമായിട്ടോ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് എല്ലാം തന്നാൽ ഞാൻ നോക്കി തരും. അപ്പം അതിന് പരിഹാരവും പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സിൻ്റെ ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ 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 ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് വ്യൂവേഴ്സിൻ്റെ ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും? യൂണിവേഴ്സ് എൻ്റെ 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 വ്യൂവേഴ്സിൻ്റെ ഒക്ടോബർ മന്ത് എങ്ങനെയായിരിക്കും? അപ്പോൾ നമുക്കിവിടെ ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. 7 of Pentacles, 4 of Wands, 5 of Cups, Queen of Cups, the Empress, Justice വന്നിട്ടുണ്ട്, ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, 3 of Wands വന്നിട്ടുണ്ട്, 6 of Wands, the High Priestess, the King of Swords വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് നോക്കാം. ദ മജീഷ്യനാണ് വന്നേക്കണേ. ഇതൊരു നല്ലൊരു കാർഡാണ്. ഇതൊരു അധികാരഭാവമൊക്കെ ഉള്ള ആളുടെ ആളാണ് എന്ന് പറയാം. നിങ്ങൾക്ക് നല്ലൊരു കഴിവുള്ള, നല്ല ഒരു അധികാര ഭാവമൊക്കെ ഉള്ള ഒരാളാണെന്ന് പറയാം. ജന്മന പല കഴിവുകളും ഉള്ള ആളാണ് നിങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. ജന്മന തന്നെ നിങ്ങൾക്ക് ഒരുപാട് കഴിവുള്ള ആളാണ്. നിങ്ങളെ മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല മാജിക്കും നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്.
സമൂഹത്തിൽ പല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും. ഈശ്വരാനുഗ്രഹം ഒരുപാടുള്ള ആളാണ് നിങ്ങൾ. വളരെ ധൈര്യശാലികളും ആണ് നിങ്ങൾ. വളരെ ശുദ്ധ മനസ്സുള്ളവരാണെന്നാണ് പറയണത്. ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോവാനായിട്ട് വളരെയധികം ശരിയായ വഴിയിലൂടെ മുന്നോട്ട് പോയാലേ വളരെയധികം സക്സസ് നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഒന്നിനെയും ഭയമില്ല നിങ്ങൾക്ക് എന്ന് പറയുന്നു. ആരുടെയും കീഴിൽ ജോലി ചെയ്യാനൊന്നും നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾക്ക് ഒരു ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ്. നല്ല ഒരു എല്ലാവരെയും ഒരു ലീഡർ ആവാനായിട്ടുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ശക്തനാണ്. നിങ്ങളെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട്. ആരും നിയന്ത്രിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല. നിങ്ങൾക്ക് സ്വന്തം കഴിവ് ഉപയോഗിച്ച് സക്സസിൽ എത്തും എന്നാണ് പറഞ്ഞത്. ഒരു രാജാവിന്റെ അധികാരമൊക്കെ നിങ്ങൾ കാണിക്കും. അതിനുള്ള ഒരു രാജാവിനെ പോലെ നിങ്ങൾ അത്രയും അധികാരമൊക്കെ ഉള്ള ആളാണ് നിങ്ങള്. എന്നാണ് പറയണത്. ഇനി 7 ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. 7 ഓഫ് പെന്റക്കിൾസ് വരുമ്പം ഒരു പുതിയൊരു സംരംഭം ആരംഭിക്കണോ അതോ നിലവിലുള്ളത് വികസിപ്പിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും സംരംഭങ്ങളെ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നും കൂടി നന്നാവാൻ പോവാണ്. നിങ്ങൾക്കത് വികസിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ഒരെണ്ണം ആരംഭിക്കാനൊക്കെ ഉള്ള നിങ്ങൾക്കൊരു സമയമാണ്. ഇനി ജോലി സംബന്ധമായി നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ നല്ല മാറ്റം വരുന്നുണ്ട്. നല്ല വളർച്ച കാണുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടൊക്കെ നിങ്ങൾക്ക് നല്ല ഉയർച്ച ഉണ്ടാവണം. നല്ല സമയമാണ് ഇനി വരാൻ പോകുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾക്ക് നല്ല വളർച്ച ഉണ്ടാവും. നിങ്ങളത് വിജയം ഉണ്ടാവും. നിങ്ങൾ കഠിനാധ്വാനം നിങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല വിജയമൊക്കെ ഉണ്ടാവാൻ പോകണം. പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഉയർച്ചയും ഉണ്ടാകും. പേരും പ്രശസ്തി ഉയർച്ച എല്ലാം നിങ്ങൾക്ക് ഉണ്ടാകും. നിങ്ങളുടെ കാര്യം ശ്രദ്ധിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ഇതുമുണ്ട്. മറ്റുള്ളവരുടെ സമ്പത്ത് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലെ പണം ഉപയോഗിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. വിജയത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. നിങ്ങൾക്ക് എന്തായാലും നല്ല കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പൊ നിങ്ങളുടെ കഴിവ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകും. നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തി പരിശ്രമിക്കുക. അപ്പൊ ആ പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് ഒരുപാട് പണം ഉണ്ടാക്കാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ഒന്നും കൂടെ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. നന്നായിട്ട് വികസിപ്പിച്ചൊക്കെ വരും. നല്ല നിലയിൽ എത്തുന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി 4 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. 4 ഓഫ് വൺസ് പറയുമ്പോൾ സമാധാനവും സംതൃപ്തിയും എല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. അടുത്ത കാലത്ത് ചെയ്ത ജോലിക്കൊക്കെ നിങ്ങൾക്ക് നല്ല അഭിനന്ദനങ്ങളൊക്കെ കൺഗ്രാറ്റ്സ് കിട്ടാൻ പോവാണ് നിങ്ങൾക്ക്. അപ്പൊ കഠിനാധ്വാനത്തിന് നിങ്ങൾ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല ഫലമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. മുൻകാല പ്രവർത്തനങ്ങളെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും വഞ്ചനയോ ചതിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനായിട്ടുള്ള, അല്ലെങ്കിൽ മുൻകാലം ഏതെങ്കിലും ഒരു ബന്ധത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചതിയോ വഞ്ചനയോ അല്ലെങ്കിൽ ഒരു വേർപിരിയലോ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും വിട്ടുപിരിഞ്ഞു പോവാ, ഇപ്പൊ മരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഒഴിഞ്ഞു പോവേ, ആരെങ്കിലും നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് ആരെങ്കിലും ഒഴിഞ്ഞു പോവേ. അപ്പൊ അതൊക്കെ ആലോചിച്ചിട്ടൊരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ജോലി കാര്യത്തിലൊക്കെ നിങ്ങൾ ഉഷാറായിട്ട് വരും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണങ്ങളെ ഉണ്ടാവുള്ളൂ. അതിനുള്ള ഒരു സമയമാണ്. ഇനി ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോ പ്രകൃതിനെയൊക്കെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒരു ആളാണ്. ക്യൂൻ ഓഫ് കപ്സ് വളരെയധികം നല്ല പ്രകൃതിനെയൊക്കെ നല്ല സ്നേഹിച്ച് നല്ല സ്നേഹമൊക്കെ ഉള്ള ഒരാളാണ്. നല്ല സന്തോഷവും വിജയവും എല്ലാം നിങ്ങൾക്ക് ഇനി വരണമെന്ന് പറയാം. ദുഃഖം ഉണ്ടെങ്കിലും വികാരങ്ങൾ നിയന്ത്രിക്കാനുള്ള കഴിവൊക്കെ നിങ്ങൾക്കുണ്ട്. നല്ല കുലീനായ സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. പേരും പ്രശസ്തിയൊക്കെ ഉള്ളവരാണ്. സങ്കടങ്ങളൊക്കെ മനസ്സിലൊതുക്കി മനസ്സ് ശാന്തമാക്കി കൊണ്ടുപോകുന്ന സത്യസന്ധമായിട്ടുള്ള ഒരാളാണ് നിങ്ങളെ.
നല്ല ദയയും അലിവും ഒക്കെ ഉള്ള നല്ല മനസ്സുള്ള ഒരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടെന്ന് പറയുന്ന, നിങ്ങൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു പങ്കാളി നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ടെംപ്രസ് വന്നിട്ടുണ്ട്. ടെംപ്രസ് ഒരു ഒരു അബണ്ടന്റ് നല്ല നല്ല കഥകളാണ് വന്നിരിക്കുന്നത്. സ്വന്തം വാല്യൂ മനസ്സിലാക്കുക, നിങ്ങളുടെ കാര്യങ്ങള് എല്ലാം ഒരു മിതത്വം പാലിക്കുക. നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, ആ കഴിവ് നന്നായിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് എന്തായാലും വിജയമൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യുക, ലൈഫിൽ ഒരു ബാലൻസ് കൊണ്ടുപോവുക, സമാധാനം പാലിക്കുക, കൂടുതൽ ദേഷ്യമോ വെറുപ്പൊന്നും ഉണ്ടാകാതെ നോക്കുക. ജസ്റ്റിസ്, നിങ്ങൾക്ക് ഒരു നീതി കിട്ടാനാണ് പോകുന്നത്. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളെ നിങ്ങളുടെ അതിക്ക് കഴിഞ്ഞ എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ, മുൻകാല പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അപ്പൊ എന്തെങ്കിലും കേസ് കൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അതിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് ഒരു നീതി കിട്ടാൻ പോവാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ലൈഫില് റൈറ്റ് ആയിട്ടുള്ള വഴി കൂടെ നിങ്ങൾ പോകും, റൈറ്റ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും നീതി കിട്ടും. അപ്പൊ ഇനിയിപ്പോ കോടതി കാര്യങ്ങളിലോ ഡിവേഴ്സാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ ജഡ്ജ്മെന്റ് എന്നുണ്ട്, നീതി കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും കിട്ടാൻ തന്നെയാണ് പോണത്. ദൈവത്തോട് നീതിക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ഏഞ്ചല് നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഏഞ്ചല്. നിങ്ങൾക്ക് എല്ലാം പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ വരും. ഇനി ഉറപ്പായിട്ട് സ്വാതന്ത്ര്യവും പുതിയ ജീവിതമൊക്കെ നേടുന്നതിന് നിങ്ങളെ ഏഞ്ചല് സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എവിടേക്കാണ് പോകുന്നത്? സത്യത്തെ അഭിമുഖീകരിക്കുന്നു. ഇത് ഈ ജീവിതത്തിലെ ഒരു അധ്യായത്തിന്റെ അവസാനത്തെ അറിയിക്കുന്നു. അത് ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞു നിങ്ങൾക്ക്. ഇനി വേറൊരു നല്ലൊരു കാലം വരാൻ പോകുന്നുണ്ട്. അപ്പൊ ഇതിക്ക് മുന്നേ നിങ്ങൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു കാലം മുന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്നോ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പൊ ഭാര്യ ഭർത്താവാണെങ്കിൽ നിങ്ങൾ ഡിവേഴ്സിലേക്ക് എത്തി. അപ്പൊ എന്തെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ മുൻകാലത്ത് എന്തോ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ നീതി കിട്ടണമെന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് പറയുന്നത്. ഇനി നല്ലതായിട്ട് വരും നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞു. ഇനി നല്ലൊരു ജീവിതമാണ് വരാൻ പോകുന്നത്. എന്തായാലും നമ്മളെ ഈ കർമ്മഫലമൊക്കെ നമ്മൾ അനുഭവിക്കുന്നു പറയും. നമ്മളിപ്പോ ഈ ജന്മത്തില് അനുഭവിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിലത്തെ കർമ്മഫലങ്ങളാണ്. നമ്മളിപ്പോ ഈ ജന്മത്തില് നമുക്ക് എന്ത് നമ്മൾ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്ത് പാപകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം ഈ ജന്മത്തിൽ അനുഭവിച്ചു തീർന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത ജന്മത്തില് തീർച്ചയായിട്ടും നമ്മൾ അനുഭവിക്കും. അപ്പൊ അതിനനുസരിച്ചുള്ളൊരു ലഗ്നം, അതിനനുസരിച്ചുള്ള നമുക്ക് ഗ്രഹനിലയിലാണ് നമ്മൾ ജനിക്കുക. അപ്പൊ ആവുന്നതും എല്ലാവരും ഒരാളെ ദ്രോഹിക്കാതെ അല്ലെങ്കിൽ പാപകർമ്മങ്ങളൊന്നും ചെയ്യാതെ ജീവിച്ചാൽ നമുക്ക് അങ്ങനെ ജീവിക്കണം. കുറച്ചൊക്കെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ദാനം ചെയ്യുക, അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അടുത്ത ജന്മെങ്കിലും നല്ലത് കിട്ടും. അപ്പൊ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ പാപകർമ്മങ്ങളുടെ ആ ഫലങ്ങളൊക്കെ ആയിരിക്കും ഇപ്പൊ അനുഭവിക്കുക. അപ്പൊ അത് ഈ ജന്മത്തിൽ നമ്മള് അധികം പാപകർമ്മങ്ങൾ ചെയ്യാതെ നിന്ന് നമുക്ക് അടുത്ത ജന്മങ്ങളും നമുക്ക് നല്ലത് കിട്ടും, നല്ലൊരു ജന്മം കിട്ടും. അതിനനുസരിച്ചാണ് നമ്മളുടെ ഗ്രഹനില വരും. നമ്മളുടെ നമ്മൾ നക്ഷത്രങ്ങളൊക്കെ നമ്മളുടെ ലഗ്നമൊക്കെ വരുന്നത് അതിനനുസരിച്ചാണ്. കഴിഞ്ഞ ജന്മത്തിലെ പാപകർമ്മങ്ങളുടെ അതനുസരിച്ചാണ് നമുക്ക് ഈ ജന്മത്തില് ഗ്രഹനില വരുന്നത്, ലഗ്നം വരുന്നത്. ആ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ചാണ് നമുക്ക് ഈ ജന്മം നമ്മളുടെ പോകുന്നത്. നല്ല കാലങ്ങളായാലും എല്ലാം വരുന്നത്, ഉയർച്ചയും താഴ്ചയിലും അസുഖങ്ങളായാലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ ജന്മത്തിലത്തേത് കൊണ്ടാണ്. പിന്നെ 3 of Wands വന്നിട്ടുണ്ട്. 3 of Wands ആകുമ്പോ അപ്പൊ പുതിയ എന്തെങ്കിലും സംരംഭങ്ങള്, നിങ്ങളെ പ്രോജക്റ്റ് അത് പിന്നെയും പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ്
ന്യൂ ബിഗിനിങ് പറയാം. നിങ്ങളിപ്പോ ബിസിനസ്സിൽ വൻ വിജയമൊക്കെ ഉണ്ടാവാൻ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പിണങ്ങിയിരിക്കുന്നവരുണ്ടെങ്കിൽ, ഇപ്പൊ ഭാര്യയും ഭർത്താവ് അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും വേണ്ടപ്പെട്ടവരാരും പിണങ്ങിയിരിക്കുന്ന നിങ്ങൾ ഒരു പുതിയ ന്യൂ ബിഗിനിങ് ഉണ്ടാവാൻ പോവാണ് ഇനി. നിങ്ങൾക്ക് നല്ലത് വരാൻ പോകണം. ബിസിനസ്സിലൊക്കെ നല്ല വൻ വിജയമാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത്. എല്ലാ കാര്യങ്ങളിലും സക്സസ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. വിദേശത്ത് പോകാനൊക്കെ നിങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ 6 ഓഫ് വൺസ് വന്നിട്ടുണ്ട്. 6 ഓഫ് വൺസ് വരുമ്പം ലൈഫിൽ ഒരു നല്ല വാർത്ത നിങ്ങൾക്ക് വരാൻ പോവാണ്. നല്ലൊരു വാർത്ത വരാൻ പോവാണ്. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോണു, സക്സസ് വരാൻ പോണു. ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഇനി ഉള്ള ആൾ തന്നെയാണ്. ജോലിയിലൊക്കെ നല്ല പ്രൊമോഷന്, നല്ല അംഗീകാരം കിട്ടാൻ പോവാണ്. യോഗ്യതയൊക്കെ, സാമ്പത്തിക വളർച്ചയും നല്ല പണമൊക്കെ ഉണ്ടാവാൻ പോവാണ്. ലൈഫിൽ ഒരു സുപ്രധാന ലക്ഷ്യം കൈവരിക്കാനായിട്ട് നിങ്ങൾ പോകുന്നത്. ആത്മവിശ്വാസവും വിജയവും പരിശ്രമഫലമൊക്കെ എല്ലാത്തിനും നല്ല ഫലങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. ശരിയും തെറ്റും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ശരിയും തെറ്റൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഉള്ള കഴിവുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഹൃദയത്തിന് ഉടമയാണ് നിങ്ങൾ. ഒറ്റ നോട്ടത്തിൽ ഒരു അധികാരഭാവം ഒക്കെ കാണാം. അധികാരഭാവമൊക്കെ ഉള്ള ആൾ തന്നെയാണ് നിങ്ങൾ. നല്ല ഡിവൈൻ പവർ ഉള്ള ഒരു വ്യക്തിയാണ്. നല്ല ഈശ്വരാധീനമൊക്കെ ഉള്ള നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ. ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഉയർച്ചയും വളരെയധികം ഹൃദയാലുള്ളത് ഉള്ള ഒരാളാണ്. നിങ്ങളുടെ സങ്കടങ്ങളൊക്കെ എല്ലാം, മറ്റുള്ളവരുടെ സങ്കടങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് വിഷമാവും. നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ കൺഫ്യൂഷനാണ്. മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ട് ഒന്നും തീരുമാനം എടുക്കരുത്. നിങ്ങളുടെ ഹൃദയം കേട്ടിട്ട് നിങ്ങളുടേതായ തീരുമാനങ്ങൾ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് വിജയം ഉണ്ടാവും, സക്സസ് ഉണ്ടായിരിക്കും. എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് വന്നു ചേരാൻ പോവാണ്. ഇനി കിങ് ഓഫ് സോർട്സ് വന്നിട്ട്, കിങ് ഓഫ് സോർട്സ് ആകുമ്പോ നല്ലൊരു അധികാരമുള്ള വ്യക്തി തന്നെയാണ് നിങ്ങൾ. അത് പിന്നെയും പറയുന്നുണ്ട്. ഒരു ഔദ്യോഗികമായ പദവിയുള്ള ഒരാളാണ്. സർക്കാരുമായോ അല്ലെങ്കിൽ നിയമമായോ ഒക്കെ സൈന്യമായോ ഒക്കെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വളരെ ജാഗ്രതയുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത്. വളരെയധികം ചിന്തിച്ചതിന് ശേഷമേ പ്രവർത്തിക്കൂ. നേതൃത്വം, തന്ത്രം, വൈദഗ്ധ്യം, മാറ്റങ്ങളെ നവീകരിക്കാനുള്ള കഴിവ്, ഇതെല്ലാം നിങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. ദയയില്ലാത്ത ഒരു പേഴ്സണെ സൂചിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് ചിന്തിക്കാമെന്ന് നോക്കൂല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു നോക്കില്ല. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും പറഞ്ഞു നിന്നിട്ട് റീഡിങ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ. ഇത് കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. എല്ലാവർക്കും നമസ്തേ.